Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. നമ്മളും നമ്മുടെ ബന്ധുക്കളും അയൽവാസികളും സുഹൃത്തുക്കളും അധിവസിക്കുന്ന ഗ്രാമം, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുന്ന പട്ടണം. പക്ഷേ നമുക്ക് സമാധാനമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ஐயா என்னங்க? വേഗം നടക്ക്. അവിടെ ഇരുന്നോ. അവിടെ ഇരുന്നോളാം രണ്ടും. ஆமா சார். പറഞ്ഞ പോലെ എല്ലാ കാര്യം ചെയ്തിരിക്കണം. ബോസ് വിളിച്ചാൽ ഞാനാണ് ഇവിടെ എത്തിച്ചെന്ന് പറയണോ, മറക്കണ്ട. കൊള്ളക്കാരും അധോലോക ഗുണ്ടകളും നമ്മെ വേട്ടയാടുന്നില്ലേ? എന്താണ് അതിൻ്റെയൊക്കെ പിന്നിൽ സംഭവിക്കുന്നത്? ആ മാധവട്ടാ, ഇരിക്കി. പീറ്ററെ, എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? എന്റെ വീട് കുത്തി തുറന്ന് എന്നെ നശിപ്പിച്ചവരെ കണ്ടുപിടിക്കണം എങ്ങനെയെങ്കിലും. SI സാറും ഞാനും അതിൻ്റെ പരിശ്രമത്തിലാണ്. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ആ സമയത്ത് എങ്ങനെ തിരിച്ചറിയാനാ? എന്റെ ഭാര്യയെ വെട്ടിയിട്ടിട്ടല്ലേ അവർ ഓടിയത്. എൻ്റെ അയൽവാസിയായ മാധവേട്ടന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ അടങ്ങിയിരിക്കില്ലെന്ന് SI സാറിനും അറിയാമായിരുന്നു. അതുകൊണ്ട് മൂപ്പരും എന്നോടൊപ്പം സഹകരിക്കാൻ തയ്യാറാ. പോലീസിന് തലവേദനയാകുന്ന സംഭവങ്ങൾ അതൊക്കെ. മകളുടെ കല്യാണത്തിന് വെച്ച സ്വർണവും പണവും എല്ലാം അവർ കൊണ്ടുപോയി. ആ പയ്യന്റെ വീട്ടിലും ഇതേപോലെയൊക്കെയാണ് സംഭവിച്ചത്. എന്തായാലും നമ്മുടെ ഈ പരിധിയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ടും എല്ലാ മാധ്യമങ്ങളിലും അവതരിപ്പിക്കും. എന്റെ ഭാര്യയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മാധവേട്ടാ. വീട് കൊള്ളയടിച്ചു, ആഭരണങ്ങൾ കവർന്നു, 12 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല. ഇതിപ്പോ 3ാമത്തെ തവണയാണല്ലോ. ഓ, പോലീസിന്റെ അനാസ്ഥ.
ആ സാറ് വരൂ. അന്വേഷണം എങ്ങും ആയില്ലല്ലേ? എന്താ ചെയ്യാ, ഒരു സമാധാനവും ഇല്ല. ഇത്രയും കാലം അധ്വാനിച്ചൊക്കെ പോയില്ലേ? മക്കളൊക്കെ എന്തു പറയുന്നു? എന്തു പറയാൻ, അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുകയല്ലാതെ അന്വേഷണ ചുമതലയുള്ള പോലീസുകാരെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. അവരെ കാണാൻ പോകേണ്ട ആവശ്യമില്ല. അതിപ്പം എത്ര പ്രാവശ്യം, എത്ര സ്ഥലത്ത്, എല്ലാവരും കൺഫ്യൂഷനില്ല. ഗ്രാമത്തിലും സിറ്റിയിലും വരെ ഇത് പതിവായിരിക്കുന്നു. പിന്നെ ഞാൻ SI കണ്ടിരുന്നു. അന്വേഷണം നല്ല നിലയ്ക്ക് പുരോഗമിക്കുന്നു. ആ കുട്ടിയെ കാണാതെ ഇതിന്റെ പിന്നിലും ഇവരൊക്കെ തന്നെ ആയിരിക്കുമോ? അതിപ്പം അടുപ്പിച്ചിങ്ങനെ ആകുമ്പോൾ അതും സത്യമാവാൻ സാധ്യതയുണ്ട്. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു വാർണിംഗ് ഉണ്ട്. അന്വേഷണ സംബന്ധമായി യാതൊന്നും പുറത്തുവിടരുതെന്ന്. ഞാനിപ്പം തികച്ചും തകർന്നിരിക്കുക. മുന്നോട്ടുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. നിങ്ങളിങ്ങനെ വിഷമിച്ചിട്ടെന്ത് കാര്യം? ഇതിൽ വലിയ പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ടാകുന്നതല്ലേ. എന്തായാലും SI എൻ്റെ അടുത്ത സുഹൃത്താണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുമായി ഷെയർ ചെയ്യുക. ആ സംഭവം നടന്ന ഉടൻ തന്നെ എനിക്കൊരു തളർച്ച അനുഭവപ്പെട്ടു. ഞാൻ അബോധാവസ്ഥയിലായിപ്പോയി. പിറ്റേ ദിവസമാണ് ഞാൻ യാഥാർത്ഥ്യം അറിയുന്നത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ഗോൾഡും ചെക്ക് ബുക്കുകളും നോട്ടുകെട്ടുകളും എല്ലാം പോയി. രാമേട്ട, എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. എന്തിന് ജീവൻ ബാക്കി വെച്ചു? അതുകൂടി പോയാൽ മതിയായിരുന്നു. നിങ്ങൾ അകത്തേക്ക് വാ, അവിടെ ഇരിക്കാം. എന്തായാലും എല്ലാം കലങ്ങി തെളിയും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. വീട്ടിൽ മറ്റാരുമില്ല, നിങ്ങളും ഭാര്യയും മാത്രം. ഹേ, അതാണ് എനിക്കും. ഞാൻ ആരോടെങ്കിലും പറഞ്ഞു പോയോ? ആരോട് പറയാൻ? ഒന്ന് ഓർത്തു നോക്ക്. പണം എടുത്തു കൊടുക്കാൻ ഫോണിൽ നിങ്ങൾ ഭാര്യയോടോ മറ്റോ പറഞ്ഞോ? അത് ചിലപ്പോ ഫോണിൽ വിളിച്ച് പറയാറുണ്ട്. അത് സാധാരണയല്ലേ. എവിടെ നിന്നാണ് നിങ്ങളൊക്കെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്? ടൗണിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ഥലത്ത്. ഈ പറയുമ്പോൾ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നോ? അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഭിക്ഷക്കാരുണ്ടായിരുന്നു. പിന്നെ ആരെ സംശയിക്കാൻ? എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോ SI സാജൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി മടുത്തു. എന്തെങ്കിലും ശരിയായ ന്യൂസ് കിട്ടിയാൽ പീറ്റർ എന്നെ അറിയിക്കണം. ഞാൻ വിളിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, SI സാജൻ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ഒരു ഒളിച്ചുകളിയാണ് ഇതിന്റെ പിന്നിൽ. നമുക്കറിയാവുന്ന ആരോ ആണ്. ഇനിയിപ്പോ എന്റെ സിസ്റ്റർ വിഷയം എവിടെ തരും? എന്നാണ് അവരെ പുറത്തു വരിക? ഞാനും പോലീസിനൊപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്റെ പുതിയ ഫീച്ചർ ആ വഴിക്ക് തന്നെയാണ്. എത്ര ദിവസമായി എന്റെ കക്ഷികളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്തിട്ട്? എന്തായാലും ഞാനും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഹലോ. ഓ, അത് ശരി. ഓ, ഓക്കെ 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 അത് ശരി. ഓ, കണക്കുകൂട്ടലുകൾ ഏകദേശം ശരിയാവുന്നുണ്ടോ? എന്തായി? എന്താ പറഞ്ഞേ? ഏകദേശം
കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരുന്നുണ്ട്. ടവർ ലൊക്കേഷൻ കിട്ടി. സിസ്റ്ററുടെ വിഷമം കാണാൻ കഴിയുന്നില്ല. കുട്ടിയെ കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും വിളിച്ച കാര്യം പറയാം. എനിക്കിപ്പം നിങ്ങളെ സഹായം ആവശ്യമാണ്. പരാതികളുടെ നടുവിലാണ് ഞാൻ. എൻ്റെ മാറ്റർ അധികവും കേസിലാണ്. ഡീറ്റെയിലായി നമുക്ക് കാര്യങ്ങൾ പറയാം. ഈ ഫീച്ചർ ഒരു തീപ്പൊരിയായി ഇതിൻ്റെ പിന്നിലുള്ളവർക്ക് തോന്നാം. പീറ്റർ വിഷമിക്കണ്ട, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എന്തായാലും ഫീച്ചർ അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. കൂടിക്കാഴ്ച ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടാവാം. എന്നാ ശരി, ഞാൻ വരട്ടെ. ആ സാറ് ഇരിക്കി. എന്താ പീറ്ററെ അർജന്റായിട്ടൊന്ന് കാണാന്ന് പറഞ്ഞേ? പിന്നെ മാധവേട്ടൻ്റെ കൊലപാതകവും കുട്ടി മിസ്സിംഗ് ആയതിൻ്റെയും പിന്നിൽ നിങ്ങൾ തലപുകഞ്ഞിരിക്കുകയാണെന്ന് എനിക്കറിയാം. അന്വേഷണം എവിടെ എത്തിയിട്ടില്ല എന്നറിയാം. പീറ്റർ കാര്യം പറയേ. അധോലോക ഗുണ്ടകളും സ്വാർത്ഥ താല്പര്യക്കാരായ രാഷ്ട്രീയക്കാരും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാം. എന്നെ സ്വാധീനിക്കാൻ ചിലരൊക്കെ വന്നിരുന്നു. അതെന്തിന്? ഞാനൊരു ഫീച്ചർ തയ്യാറാക്കുന്നു. ചാനലിൽ അതിൻ്റെ പ്രമോ കൊടുത്തിരുന്നു. ഓ അത് ശരി. വീണ്ടും തലവെക്കാൻ പീറ്ററായിട്ടൊരു അവസരം ഉണ്ടാക്കണോ? സത്യം വിളിച്ചു പറയുന്നവരുടെ വായടിപ്പിക്കലാണല്ലോ ഇവരുടെ രീതി. പക്ഷേ എൻ്റെ അടുത്ത് അത് നടക്കൂല. ആരാണ് ഈ കക്ഷികൾ? അത് പിന്നെ പറയാം. സിറ്റിയിലാണ് ഇതിൻ്റെ തുടക്കം. കാരണം എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ്റെ മകൾ മിസ്സിംഗ് ആയതും സിറ്റിയിലാണ്. സിറ്റിയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവരെ CCTV ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഒമിനി വാൻ വരുന്നു, അതിൽ കയറ്റുന്നു. നമ്പർ വ്യക്തമല്ല. അത് സാറിന് അറിയാമല്ലോ. ആ അതറിയാം. പിന്നെ ഒരു പ്രധാന കാര്യം, ഓക്കെ അതൊരു പോയിന്റാണ്. പക്ഷേ സത്യസന്ധമായ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഓരോ അലവലാദികൾ ഇറങ്ങും. മുകളിലുള്ള ആരെയും ഭയക്കാതെ ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഞാൻ ശ്രമിക്കും. പീറ്ററെ പോലുള്ള നല്ല സുഹൃത്തുക്കളാണ് എൻ്റെ കൂടെ വേണ്ടത്. യെസ്, ഞാനുണ്ടാവും. പല എത്തിക്കണ്ണികൾ നമ്മളെ ശല്യം ചെയ്യാൻ പിന്നാലെ ഉണ്ടാവും. ഈ വിഷയം വലിയൊരു പ്രശ്നം തന്നെയാണ്. പീറ്റർ, നമ്മളെ ഈ മീറ്റിംഗ് വളരെ രഹസ്യമായിരിക്കണം. ഓക്കെ സാർ, ഓക്കെ. 1 ടീ? നോ താങ്ക്സ്. ജനങ്ങൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒന്ന് സ്പീഡാക്കണം. തനിക്കറിയില്ലേ, ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തീവ്രവാദികളാണോ മാവോയിസ്റ്റുകളാണോ ഇതിന്റെ പിന്നിലെന്ന് ആർക്കറിയാം? ശരിയാ. ആ ഇനിയിപ്പോ പണി കൂടിക്കൊണ്ടിരിക്കൂ. ഓക്കെ സാർ. ഓ ശരിയാക്കെ സാർ. ഓക്കെ. ആ, നീ ഇവിടെ ഇരിക്കുക. സാറേ, എൻ്റെ അമ്മയും അച്ഛനും എന്നെ വിട്ടുപോയി. നിന്നോട് അതേപ്പറ്റി ചോദിക്കാൻ ഞാൻ സ്കൂളിൽ പോയിരുന്നു. നീ എന്താ സ്കൂളിൽ പോകാത്തത്? സാറേ, എനിക്കിനി ആരുമില്ല. പിന്നെ എന്തിനാ ഞാൻ സ്കൂളിൽ പോകുന്നത്? നിന്റെ വീട്ടിലും ഇതുപോലെ മറ്റൊരു സ്ഥലത്തും ഇതേപോലൊരു സംഭവം നടന്നിട്ടുണ്ട്. നിനക്ക് അവരെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല, എല്ലാവരും മുഖംമുടി വെച്ചിരുന്നു. എനിക്കവരെ കാണാൻ പറ്റിയില്ല. എൻ്റെ അമ്മ അവര്. നീ സമാധാനമായിട്ടിരിക്കും. ഇവരാരാണെങ്കിലും നമുക്കവരെ കണ്ടുപിടിക്കണം. അതിന് നീയും മാധവേട്ടനും, ഇതുപോലെ സംഭവിച്ച മാധവേട്ടനും നമ്മോടൊപ്പം വേണം. ഇനി എന്തിനാ അവരെ കണ്ടുപിടിക്കുന്നത്? എൻ്റെ അമ്മയും അച്ഛനും തിരിച്ചു വരുമോ? ഞാനിനി എന്തിനാ ജീവിക്കുന്നത്?
അതിനൊക്കെ വഴിയുണ്ടാക്കാം. സർക്കാർ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഞാനെന്നാ പോട്ടെ. നീ ഇവിടെ ഇരിക്കാതെ വീട്ടിലേക്ക് കയറിയിരിക്കും. മാധവേട്ടന്റെ കൊലപാതകം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ, ബാങ്ക് കവർച്ച, ഇതൊക്കെ അധോലോക സംഘങ്ങൾ തന്നെയാണ് ചെയ്തത്. വൃദ്ധന്മാരെ ഭിക്ഷക്കാരാക്കി ആസൂത്രണം ചെയ്തതാണ് ഇതെല്ലാം. അനീസ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ചാവേറുകളാകെയാണ് ഇവർ ചെയ്യുന്നത്. ഒരു കാര്യമില്ല. ஹலோ சைமன், பார்க்கலாம் பார்க்கலாம். അല്ല പഠിച്ചോനെ രാമയ്യ, ഓക്കെ ഓക്കെ. എന്നാ നാസിർക്ക ഇന്ന നേരത്തെ? അന്റെ ഒരു തമിഴ് മലയാളം പറയടോ. നമസ്കാരം. അങ്ങനെ ബൈക്ക് വാ പകയ. അന്റെ പേരില് ഗൂഗിൾ പേ ഒന്നും വന്നിക്കില്ലല്ലോ, എന്ത് പറ്റി? ബിസിനസ് ரொம்ப മോശമാ നാസിർക്ക. അതൊന്നും എനക്ക് നോക്കണ്ട. ഇതിനൊക്കെ പങ്കുകൂടുന്ന ഞമ്മളോട് നീ നന്ദി കാണിക്കണം, മാണ്ടേ? നന്ദി നന്ദി. ഞമ്മൾ ഇനി കളിയാക്കുക അത് മാണ്ട. മനുഷ്യനെക്കടുത്തും അന്റെ എല്ലാ പരിപാടിക്കും ഞാൻ കൂട്ടുനിന്ന് പോയി. അപ്പോ നമ്മ കൂടെ നിങ്ങളും ഉണ്ടെന്ന് ഉറപ്പായില്ല? എടാ ഹമുക്കേ, നമ്മൾ ഇനി കൊടുക്കല്ലേ. 3 ബീവിക്കും കൂടി നമ്മൾ ഒറ്റ ആളേ ഉള്ളൂ. അത് പോതും. കമ്മീഷൻ തരമാട്ടെ. അന്നെ വിശ്വസിച്ച് ഞമ്മളെ വേണം. എന്നാലും മോനെ ഞമ്മളെ കമ്മീഷൻ. നാസർക്ക നിങ്ങൾ പോയിക്കോ. അന്നെ ഞാൻ ശരിയാക്കും ഹമുക്കേ. വിശ്വാസ വഞ്ചന. അന്നെ ഞാൻ ശരിയാക്കും. യെസ് സാർ. ഓ, ഞാൻ ഒരുത്തനുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. എവിടെയാ? ഞാനിവിടെ ഉണ്ട്. നിക്കടാ അവിടെ. എന്തിനാ നീ എവിടെയേ? അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഇവിടെ വാടാ. എന്താടാ നിന്റെ പേര്? സൈമൺ എന്നാണ് സാറേ. എന്താ നിനക്ക് ഇവിടെ പണി? ഐസ്ക്രീമിന്റെ പണിയാണ്. ഓ, ഐസ്ക്രീമില് മയക്കുമരുന്ന് കലർത്തി കുട്ടികളെ പറ്റിക്കലാ പണി അല്ലേ? അല്ല സാറേ. നിന്റെ കൂടെയുള്ളവരൊക്കെ എവിടെ? ഞാൻ ഒറ്റക്ക സാറേ. നീ ഒറ്റക്കാന്ന് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് അല്ലേ? സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നമ്മള് വെറുതെ വിട്ടേക്ക് സാറേ. സാറ് ഒറ്റക്കാണല്ലേ? നന്നായി. നമുക്കെന്നാ പോയാലാ? എന്താടാ? ദാ അങ്ങ് ദൂരേക്ക്, ആ കടലിലേക്ക്. നീ എന്താ വില്ലനാവാൻ നോക്കുക? ഞാൻ അല്ലേലും വില്ലനാണ് സാറേ. കൊറേ എണ്ണത്തിന് മുകളിലോട്ട് അയച്ചാളാണ് ഞാൻ. പേടിപ്പിക്കാൻ നോക്കുക? നമ്മൾ അധികം ഇവിടുന്ന് തിരിയണ്ട. റൂം വെക്കേറ്റിട്ട് ഉടനെ ഇവിടുന്ന് കടക്കണം. ഇനി പുതിയ ആളിറക്കണം. പോലീസിന് സംശയം കൊടുക്കരുത്.
നമ്മൾ അന്നെങ്ങനെയോ രക്ഷപ്പെട്ടു. ബോസ് പറഞ്ഞതുപോലെ തീരുമാനങ്ങളൊന്നും ആയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. എടാ മൊബൈല് കാണുന്നില്ല, ആകെ കുടുങ്ങിയല്ല. നീ എവിടെയാ മൊബൈൽ വെച്ചേ? ഓർമ്മ കിട്ടില്ലല്ല. ആകെ തലവേദനയായല്ലോ. നീ വണ്ടി എടുത്തേ. വേഗം ഇവിടുന്ന് രക്ഷപ്പെടുന്നയാ നല്ലത്. എടാ ഫോൺ അങ്ങനെ അവരെ കൈ കിട്ടി തീർന്നിട്ടാ. മൊബൈൽ ഫോണോ? എവിടുന്ന് കിട്ടി? கொஞ்சம் தண்ணி கொடுங்கோ, தொண்டை வலிக்குது, கொஞ்சம் நேராச்சு. എന്താ തള്ളേ, നിങ്ങൾ എല്ലാരും കൂടെ നാട് നശിപ്പിക്കാൻ നോക്കിയാണ്? ஐயா ஐயா வேണ്ട ஐயா. മുംബൈയിലുള്ള മുഹമ്മദ് ഷാഹി കൂട്ടരും ഞങ്ങളെ തല്ലിക്കൊല്ലെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. പറയാ. ഹലോ, നിനക്കറിയില്ലേ പാലത്തെങ്കിലും വന്നിട്ട് കീർത്തി നഗർ 32 ഇറങ്ങണമെന്ന്? ഇറങ്ങിയിട്ട് തന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അവിടെ ആദ്യം കാണുന്ന വീട് മറക്കല്ലേ. മലയാളം പറതള്ളേ. പറയാ. ആ കമലേ, ഇത് മോളെ കാണാൻ അവര് വരുന്നുണ്ട്. അവരെ നിന്റെ നമ്പറിലായിരിക്കും വിളിക്കുക. അഡ്രസ്സേ ഗാന്ധിനഗർ പാലസ് എന്ന് പറഞ്ഞാൽ മതി അവരോട്. അതാവുമ്പോഴേ അവർക്കൊരു സംശയം ഉണ്ടാവില്ല. ബാങ്കിൽ നിന്നേ സ്വർണ്ണം എടുക്കാൻ പോവാ ഞാന്. അത് നമുക്ക് വീട്ടിൽ തന്നെ വെച്ചാ മതി. ഇത്രയും പേരെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? സർ വേണം സർ, അവരൊന്നും ചെയ്യണ്ട. അല്ല, നിങ്ങൾക്ക് എന്താ ഭക്ഷണം തരുന്നത്? ഇല്ല സാറേ, ഒന്നും തരില്ല, ഭക്ഷണം പോലും തരില്ല. നിങ്ങൾ ഫോൺ ഇങ്ങെടുത്തേ. അത് അത് ഫോൺ ചെക്ക് ചെയ്തിട്ട് ബാക്കി നടക്ക്. ഓക്കെ സർ, ശരി. മതി മതി, നിർത്ത്. ഇനി പറയാലോ അല്ലേ കാര്യങ്ങളൊക്കെ? പറയാം സാറേ, പറയാം. ആരാടാ ഇതിന്റെ പിന്നിൽ? പറയടാ. ബോംബെയിലെ അലിഖാന. ആ സ്ത്രീകളൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? അതില് 4 പ്രായമുള്ള സ്ത്രീകൾ മരിച്ചു സാറേ. പറയടാ ബാക്കിയും കൂടെ. പറഞ്ഞില്ലെങ്കിലും നിന്റെ ബോസിനെ പൊക്കാൻ ഡൽഹി പോലീസ് മുംബൈയിലെത്തിയിട്ടുണ്ട്. എന്തിനാടാ ഈ പാവം ചെയ്യാൻ കൂട്ടു നിൽക്കുന്നത്? പെട്ടെന്നാ സാറേ,
ഒന്നും ചെയ്യില്ല. നിനക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയാം. നിന്നെ ഇറക്കിക്കൊണ്ടുപോവാൻ നിന്റെ ബോസൊന്നും ഇനി വരില്ലല്ലോ. ഓന്റെ പൊരനല്ലത് ഒക്കെ പുതുക്കി പണിതക്കല്ലോ. ഇത് നമ്മളെ പീറ്ററുടെ പൊരല്ലത്. അതെ, അസീസ്ക അല്ലേ? അതെ. നിങ്ങളെന്താ ഈ വേഷത്തില്? നമ്മളൊന്ന് കുത്തിരിക്കട്ടെ. ഇരിക്കി. നിങ്ങളെന്നാ മുംബൈയിൽ നിന്ന് വന്നേ? ഒന്നും പറയണ്ട എന്റെ മോനെ, ഞമ്മളിപ്പോ ഈ വേഷത്തിലാ. എന്റെ ഫോട്ടോ ഞമ്മള് പത്രത്തില് കണ്ടിന്. പിന്നെ ഈ എഴുതിയ കഥയും ഞമ്മള് വായിച്ചു. എന്റെ മോള് സൈനബി ആ ചെറുത്താമാരെ കയ്യിൽ പെട്ടടോ. സൈനബിയോ? അവളിപ്പം? ഇല്ലടോ, ഓള് പോയി. പടച്ചോൻ ഇന്നെ മാത്രം ബാക്കിയാക്കിയടോ. ഞാനൊരു ദിവസം കത്തി എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ അതിന് എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഓല ആൾക്കാരെന്നെ പ്രാന്താസ്പത്രിയിലാക്കി. ഞമ്മളെല്ലാം അറിഞ്ഞു. ഈ എല്ലാ കാര്യത്തിലും പോലീസുകാരെ സഹായിച്ചു എന്ന്. അതെ അസീസ്ക, നാട് മുടിപ്പിക്കുന്ന ഈ അധോലോക സംഘത്തെ മുഴുവൻ നശിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ശരിയാ, എന്റെ ഓരോ റിപ്പോർട്ടും നന്നായിരുന്നു. എല്ലാം ഞാൻ വായിക്കാറുണ്ട്. എന്താ ഇനി പരിപാടി? ഇപ്പൊ ഒരു കമ്മിറ്റി ഉണ്ട്, അതിലിരിക്ക. കഞ്ഞിന്റെ എണ്ണം കുടിക്കണ്ടടോ. അനക്കൊരു അഭിനന്ദനം തരാൻ വേണ്ടി വന്നതാടോ. ഇനിയിപ്പോ ഞാൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവും. എന്നാ ഞാൻ പോട്ടെ. ഒരു ചായ കഴിച്ചിട്ട് പോവാം. ഇപ്പൊ വേണ്ട മോനെ. അവരുടെ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? ഓക്കെ. ഇരിക്കൂ സാർ. ഇതെന്താ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ? അതെ, എല്ലാം ഫിനിഷിംഗ് പോയിന്റിൽ എത്തുകയല്ലേ. ശരിയാണ്, കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞ് വരുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് ലീവിലായിരുന്നോ? അതെ, ചെറിയൊരു ഫാമിലി പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്കവനെ മര്യാദക്കൊന്ന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അത് സാരമില്ല, തുടക്കം നിങ്ങളുടെ സാന്നിധ്യമായിരുന്നല്ലോ, അതെനിക്കും പ്രയോജനമായി. രാമേട്ടൻ, നാരായണൻ വക്കീല്, പിന്നെ അവരെ കണ്ടോ? ഇല്ല, അവർ വിളിച്ചിരുന്നു. പ്രോപ്പർട്ടി തിരിച്ചു കിട്ടി. ജീവന്റെ നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ. വില്ലന്മാരെല്ലാം അഴിഞ്ഞാടി, എത്രയോ ജീവൻ നശിപ്പിച്ചു. നമ്മളെ പയ്യൻ രാഹുൽ എവിടെ? അവനിവിടെ ഉണ്ട്. അവനിപ്പോ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവനന്ന് ഗവൺമെന്റ് സഹായം വല്ലതും കിട്ടിയോ? എന്ത് സഹായം? പാസ്സായെന്നൊക്കെ കേട്ടു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവന് ഞാനൊരു സഹായം ചെയ്തു, അത്രമാത്രം. കുറ്റം ചെയ്തവരെല്ലാം കുടുങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ റോഡിൽ എവിടെ ഭിക്ഷക്കാരുണ്ടോ പോലീസിന്റെ ശ്രദ്ധ അവിടേക്കാണ്. ഇപ്പോ CCTV സെർച്ചിങ്ങും നൈറ്റ് പെട്രോളിങ്ങും കർശനമായി കഴിഞ്ഞു. എല്ലാം ശരിയാ, ചാരന്മാരുണ്ടോന്ന് ശ്രദ്ധിക്കണം. ശരിയാ പീറ്റർ പറഞ്ഞത്, അതെല്ലായിടത്തും സുലഭ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടല്ലോ ഓരോ ഇത്തിക്കണ്ണികൾ. ഞാൻ ഈ ഫീച്ചർ 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എന്നിട്ട് ദുബായിക്ക് പോകും. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. ഇത്രയും വലിയൊരു അന്വേഷണത്തിന് നേതൃത്വം നൽകുകയും ജനങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്ത സാജൻ എസ്ഐക്ക് എൻ്റെ നന്ദിയും കടപ്പാടും എന്നുണ്ടായിരിക്കും. സ്വാർത്ഥ താല്പര്യക്കാരായ പല പോലീസുകാരും കുറ്റവാളികളുടെ കൂടെ കൂടി ഉല്ലസിക്കുന്നവരാണ് അധികവും. ശരിയാ, എന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് ചെയ്തു.
മുഖം നോക്കാതെ നടപടിയെടുത്തു. പക്ഷേ എനിക്കിനി ഈ സ്ഥാനത്ത് തുടരാൻ പറ്റുമെന്ന് സംശയം. പോട്ടെന്ന് വെക്കണം. കിട്ടിയ ചാൻസ് നല്ലത് ചെയ്തില്ലേ? അതുപോരെ. ഒരു പട്ടാളക്കാരൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തിരിച്ചു ചെല്ലുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരു മനുഷ്യന് ആത്മാർത്ഥത, രാജ്യത്തോടുള്ള കടപ്പാട്, ഇത്രയും മതി. പീറ്റർ, നിങ്ങളാണ് ഈ നാട്ടിനും നാട്ടുകാർക്കും വേണ്ട യഥാർത്ഥ ജനപ്രതിനിധി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കൊട്ടി ഘോഷിക്കാത്ത ഒരു വേദിയിൽ നമുക്ക് വീണ്ടും ഒന്നിക്കാം. ശരി, ഓക്കെ. നമ്മുടെ ജനതയ്ക്ക് ആവശ്യമായ ആത്മാർത്ഥതയുള്ള കാവൽ ഭടന്മാരുണ്ടെങ്കിൽ നമ്മൾ അധിവസിക്കുന്ന നന്മയുള്ള ലോകത്ത് അക്രമികളും ചാവേറുകളും ഒരിക്കലും ഉണ്ടാവില്ല.